ഹായ് ഹലോ. ഇന്ന് നമുക്ക് റെയിൻസ് ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കാഴ്ചകൾ കാണാം കേട്ടോ. അതോടൊപ്പം കുറേ വിശേഷങ്ങളും ഉണ്ട്. അതേണ്ടേ നല്ല ബോഗൺ വില്ല, മൾട്ടി കളർ ബോഗൺ വില്ലകളൊക്കെ ഇതേൻ്റെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ പൂത്തുലഞ്ഞ് വരുന്നുണ്ട്. അതെ, പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചില്ലി ഓറഞ്ചാണ്, നല്ല രസമായിട്ട് പൂക്കുന്നുണ്ടല്ലേ. അത് മാത്രമല്ല ബാക്കി ഒരുപാട് ബോഗൺ വില്ലാസ് ഇപ്പോൾ പൂക്കളായി തുടങ്ങുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് തന്നെ കണ്ടില്ലേ, പൂക്കളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ കഴിഞ്ഞൊരു 2-3 ദിവസം മുന്നേയുള്ള റീലിൽ ഞാനിതിൻ്റെ പൂക്കൾ കാണിച്ചിരുന്നു. അന്ന് മൊട്ടുകളായിരുന്നു കൂടുതൽ, പൂക്കൾ കുറച്ചേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇതിൻ്റെ ഇപ്പോൾ പൂക്കൾ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട്, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണ്. നമ്മുടെ വീടിന് മുന്നിൽ മാർച്ചിലും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ്. വർഷത്തിൽ 365 ദിവസവും പൂക്കൾ തരുന്നതാണ്. പിന്നെ നമ്മുടെ റോസുകളൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒന്നുകൂടെ തളിർത്ത് പുതിയ പുതിയ പൂക്കളൊക്കെ ആയി വരുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഏതാ റോസ് എന്ന് മനസ്സിലായോ? നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്നറിയപ്പെടുന്ന ഫെയറി ഓറഞ്ച് റോസാണ്. നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വെറൈറ്റി ബോഗൺ വില്ലാസ് നമ്മുടെ സ്റ്റോക്കിലുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല രസമായിട്ട് അതൊക്കെ തന്നെയും ഇങ്ങനെ വിരിഞ്ഞുതിർന്ന് വരുന്നുണ്ട്. എന്താ രസമെന്ന് നോക്കിയേ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ വെറൈറ്റി മൾട്ടി കളറിൽ വരുന്ന ബോഗൺ വില്ലാസ് വരുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് ബോഗൺ വില്ലയാണ്. നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ബോഗൺ വില്ലാസിൻ്റെ പൂക്കളം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞ പൂക്കളം മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു വെറൈറ്റി കണ്ടോ, നമ്മുടെ നാടൻ റോസാണിത്. നാടൻ മഞ്ഞ റോസ്. ഇത്ര പേർക്ക് ഇഷ്ടമാണ് ഈ നാടൻ മഞ്ഞ റോസിനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ നാടൻ മഞ്ഞ റോസ്. പിന്നെ നമ്മുടെ ബോഗൺ വില്ലാസൊക്കെ ഇങ്ങനെ പൂത്തുലയുന്നുണ്ട്. നമ്മുടെ മമ്മൂട്ടിപ്പൂ, അതെ, മമ്മൂട്ടിപ്പൂ നല്ല സ്റ്റൈലായിട്ട് പൂത്തിട്ട് ഇടിഞ്ഞ് വരുന്നുണ്ട്. ഏതാണ്ട് 3-4 മാസത്തോളം വാടാതെ കൊഴിയാതെ നിൽക്കുന്നൊരു പൂവാണ് നമ്മുടെ മമ്മൂട്ടിപ്പൂ. മമ്മൂട്ടിയെ പോലെയാണ്, നിൽക്കും തോറുമാണ് ഇതിൻ്റെ സൗന്ദര്യം കൂടുക. ഇതിന് വിരിയുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ഇത് കൊഴിയാറാകുമ്പോൾ പ്ലാസ്റ്റിക് പോലായിട്ട് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അത്രയും ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊങ്ങിണി പൂവിൻ്റെ ഒരു പുതിയ വെറൈറ്റി കളറാണ്. അതൊക്കെ ഇവിടെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി ഇവിടെയുള്ള പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ എന്താ വെച്ചാലേ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സർവീസ് പീരീഡിനെ കുറിച്ചിട്ടാണ്. 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ സർവീസ് പീരീഡ്. ശ്രദ്ധിക്കണേ കേട്ടോ, 10 to 15 ഡേയ്സ് അല്ല, വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് കൊറിയർ അയക്കുക. വെള്ളി ശനിയൊന്നും കൊറിയർ അയക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ചെടികളാണ്, ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അധിക ദിവസം കൊറിയറിലിരുന്ന് കഴിഞ്ഞാൽ ചെടികൾ ഡാമേജ് ആയി പോകും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ അയച്ചാൽ സൺഡേ ഇടയ്ക്ക് വരുന്നത് കാരണം ചെടികൾക്ക് ഡാമേജ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ തിങ്കൾ മുതൽ വ്യാഴം വരെ കൊറിയർ അയച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാക്കിംഗ് ID നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് നോക്കുക, ഏറ്റവും അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്നും നിങ്ങളുടെ കൊറിയർ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യം എപ്പോഴും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സർവീസ് പീരീഡ് നോർമൽ പ്ലാൻസിൻ്റെ ഓർഡറിൽ മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ കോംബോ ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിന് സർവീസ് പീരീഡ് മാറുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, കോംബോസോ 99 രൂപയ്ക്ക് 2 പ്ലാന്റൊക്കെ എന്ന് പറയുമ്പോൾ അത്രത്തോളം ആൾക്കാർ അതിൽ ഓർഡർ ചെയ്യുന്നുണ്ടാവും. 1000-2000 ഓർഡറുകളൊക്കെ വരുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് അത് അയക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഓർഡറുകളുടെ കൂടെ 50-100 പീസായിരിക്കും ഒരു ദിവസം അയക്കുക. അതുകൊണ്ട് തന്നെ അത് അയക്കാൻ സമയമെടുക്കും. അപ്പോൾ ഓഫറുകളൊക്കെ ബുക്ക് ചെയ്യുന്നവർ, അങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ പലരും ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നോർമലി നമ്മൾ വെബ്സൈറ്റ് വഴി മാത്രമായിരുന്നു ഓർഡർ എടുത്തിരുന്നത്. ഒരുപാട് പേര് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ വാട്സപ്പ് ത്രൂ കൂടി ഓർഡേഴ്സ് എടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്ഥിരമായി പണ്ട് മുതലേ ഉള്ള ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മാസം അതിന് കുറച്ച് സാങ്കേതിക ഇഷ്യൂസ് വന്നത് കാരണം തന്നെ അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മെസ്സേജ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് റീഡ് ചെയ്യാനോ തിരിച്ചൊരു മെസ്സേജ് അയക്കാനോ ഒന്നും തന്നെ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ തന്നെ അത് പബ്ലിക് വീഡിയോസിലൂടെ അറിയിക്കുകയും അതിലേക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല എന്ന ഇൻഫർമേഷൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് തോന്നുന്നു പലരും ആ റീൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ അതിലേക്ക് വീണ്ടും മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടുന്നില്ല എന്ന പരാതിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ മാറിയിട്ടുണ്ട്. ആ നമ്പർ നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ റീൽസിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തേക്കാം. എന്തെങ്കിലും ഓർഡറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ തന്നെയും നമ്മുടെ പുതിയ നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തൊരു മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, കുറേ പേര് പറയുന്നുണ്ട്, കമൻസിലൊക്കെ വന്ന് പറയുന്നുണ്ട്, വീഡിയോസിൽ വില പറയാത്തത് എന്താ വില വലിയ കൂടുതലായി പോയതുകൊണ്ടാണോ പറയാത്തത്? എന്തോ ഉടായ്പുണ്ടല്ലോ, അതുകൊണ്ടാവും വില പറയാത്തത്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ വില വളരെ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ വാട്സപ്പ് കാറ്റലോഗിലും പബ്ലിക്കായി തന്നെ വില അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിത് വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കാലാകാലത്തോളം ആ വീഡിയോ പലരും കാണുന്നതാണ്. പക്ഷേ നമ്മളുടെ ചെടികളുടെ വില ഓരോ സമയത്തും ഓരോ ലോഡിലും അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇന്ന് 500 രൂപയ്ക്ക് വെക്കുന്നൊരു പ്ലാന്റ് ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ 250 രൂപയ്ക്കായിരിക്കും വെക്കുക. ചിലപ്പോൾ ഇന്നൊരു 80 രൂപയ്ക്ക് വെക്കുന്ന പ്ലാന്റ് അടുത്തൊരാഴ്ച കഴിയുമ്പോൾ അത് ചിലപ്പോൾ 200 രൂപയ്ക്കായിരിക്കും വിൽക്കുക. കാര്യം ഓരോ സ്റ്റോക്ക് വരുന്നതിനും അനുസരിച്ച് ആ വരുന്നതിൻ്റെ ചിലവൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റിനും വിലയിടുക. അതുകൊണ്ട് തന്നെ വിലയിടുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഓരോ ലോഡിനനുസരിച്ച് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ വിലകളിൽ മാറ്റം വരാം. അതുകൊണ്ടാണ് വീഡിയോസിൽ ആ വില പറയാത്തത്. കാരണം എന്താ വെച്ചാൽ, വീഡിയോസിൽ വില പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മാസം മുന്നേ ഇട്ട വീഡിയോ കണ്ടിട്ടായിരിക്കും ഇന്ന് അത് ഓർഡർ ചെയ്യാൻ വരുന്നത്. 4 മാസം മുമ്പേ 80 രൂപയ്ക്ക് വിറ്റിരുന്നൊരു സാധനം ഇന്ന് ഓർഡർ ചെയ്യാൻ വരുമ്പോൾ അതിന് 250 രൂപ ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ 4 മാസം മുമ്പേ 250 രൂപ വിലയുള്ള ഒരു സാധനം ഇന്ന് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ 80 രൂപ ഉണ്ടാവുള്ളൂ. അതായത് വിലകൾ ഓരോ സമയത്തും ഓരോ ആഴ്ചയിലും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ വില പറയാത്തത്. അപ്പോൾ നിങ്ങളിതേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ ഓർക്കിഡ് റോസാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കാൻഡിൽ വൈനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറേ ചെടികളെ കണ്ടുപോയി. ഇതെല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3 പോയിൻറ്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാര്യം ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവുന്നവർ മാത്രം നമ്മുടെ വെബ്സൈറ്റിലായിരുന്നാലും വാട്സപ്പിലായിരുന്നാലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഓഫറുകളൊക്കെ ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഓഫറുകൾ ബുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ പൂക്കളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ പോവാം. അതിനു മുമ്പ് 1-2 കാനാലില്ലികളെ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത് എത്ര കളർ കാനാലില്ലികൾ നിങ്ങൾ കണ്ടു എന്നാ ഓർക്കുന്നുണ്ടോ? ദേ നോക്കൂ, ഇനിയും വരുന്നുണ്ട് നമ്മുടെ കാനാലില്ലി. ഈ മഞ്ഞ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ ഒരു കളറിൽ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടാൽ നല്ല രസമായിരിക്കും അല്ലേ? ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്താൽ നല്ല രസമായിരിക്കില്ലേ? അതെ. പിന്നെ വേണ്ടേ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ബോഗൈൻ വില്ലയുടെ കാണിച്ചിട്ട് നിർത്താം കേട്ടോ. ഇത് ഏതാ ബോഗൈൻ വില്ല നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഗൺ വില്ലയുടെ പേരൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. 2 ബോഗൺ വില്ല, ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ചില്ലിയല്ലോ. പക്ഷേ ആദ്യം കാണിച്ച ബോഗൺ വില്ലയുടെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ കാനാലില്ലിയോടൊപ്പം ഞാൻ ടാറ്റ പറയാണ് കേട്ടോ.